ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാസീവ് ഫണ്ട്സ് എസ്പെഷ്യലി ETF ആൾക്കാരുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഇതിലൊക്കെ ഇന്ന് ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 2018 അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഓഫ് ETF എന്ന് പറയുന്നത് 70,000 കോടി രൂപയായിരുന്നു. അതായത് അത്രയും പണം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ETF നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു AUM എന്ന് പറയുന്നത് 2021 ആകുമ്പോഴേക്കും 2.06 ലക്ഷം കോടി രൂപയായി. അതായത് 70,000 കോടി രൂപ 2.06 ലക്ഷം കോടി രൂപയായി. 3 വർഷത്തിനുള്ളിൽ 3 മടങ്ങാണ് കൂടിയത്. ഇന്നും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു സംശയമുണ്ട്, ആക്റ്റീവ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ പാസീവ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഏതാണ് ബെസ്റ്റ് എന്ന്. പക്ഷെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേണ്ടേ? അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. കാരണം ഗ്രോ മലയാളം എന്ന ഈ ഒരു ചാനലിൽ വീഡിയോസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് എന്താണ് ഈ ആക്റ്റീവ് ഫണ്ട്സ്, എന്താണ് ഈ പാസീവ് ഫണ്ട്സ് എന്ന് മനസ്സിലാക്കാം. അതെന്താ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്താണ് ഈ ആക്റ്റീവ് ഫണ്ട്സ് എന്ന് മനസ്സിലാക്കാം. എല്ലാ മ്യൂച്വൽ ഫണ്ടിലും ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും അല്ലെ. ആക്റ്റീവ് ഫണ്ടിലെ ഫണ്ട് മാനേജറുടെ ജോലി എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ്? ഒരു ഫണ്ടിന്റെ സക്സസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് എന്തെങ്കിലും ഒന്ന് വെച്ച് കമ്പയർ ചെയ്യണ്ടേ. ഇപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആണോ നമ്മൾ മനസ്സിലാക്കില്ല. ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ സക്സസ്ഫുൾ ആയ ഒരു ഫ്രണ്ടിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും അല്ലെ, അവനെക്കാളും വലുത് ഞാൻ തന്നെ. അധികം ഈ സക്സസ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇറ്റ്സ് റിലേറ്റീവ് അല്ലെ, എന്തെങ്കിലും ഒന്ന് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. ഇപ്പൊ എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഉണ്ട്. അത് വെച്ചാണ് മ്യൂച്വൽ ഫണ്ടിന്റെ സക്സസ്, അത് മ്യൂച്വൽ ഫണ്ട് നല്ല റിട്ടേൺ തരുന്നുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ബേസിക്കലി ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ഉണ്ടാവും അല്ലെ. നിങ്ങൾ കൊടുത്ത പൈസ ഫണ്ട് മാനേജർ എന്ത് ചെയ്യും? ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് പറയുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് തന്നെയാണ്. അപ്പൊ ഇതിലും കുറച്ച് സ്റ്റോക്സ് ഉണ്ടാവും, ഈ ആക്റ്റീവ് ഫണ്ടിലും കുറച്ച് സ്റ്റോക്സ് ഉണ്ടാവും. അപ്പൊ ഫണ്ട് മാനേജറുടെ ജോലി എന്ന് പറയുന്നത് ഇത് ഫിക്സ്ഡ് ആയിരിക്കും. ഈ ബെഞ്ച് മാർക്കിന്റെ ഉള്ളിലത്തെ സ്റ്റോക്സ് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ഇദ്ദേഹം ഇതിനേക്കാളും ഈ ബെഞ്ച് മാർക്കിനേക്കാളും നല്ല പെർഫോമൻസ് ഈ ഒരു ആക്റ്റീവ് ഫണ്ട് തരണം. ഇതാണ് ഇദ്ദേഹത്തിന്റെ ജോലി, ആക്റ്റീവ് ഫണ്ടിലെ ഫണ്ട് മാനേജറുടെ ജോലി. അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹം ഈ ബെഞ്ച് മാർക്കിനെ അല്ലെങ്കിൽ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്നത്? 3 രീതിയിൽ 3 കാര്യങ്ങൾ ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ഫണ്ട് മാനേജർ ബെഞ്ച് മാർക്കിനെ അല്ലെങ്കിൽ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുക. ഒന്ന് സ്റ്റോക്സ് ഡീവിയേറ്റ് ചെയ്താവാം, അല്ലെങ്കിൽ സെക്ടേഴ്സ് ഡീവിയേറ്റ് ചെയ്യാം. മൂന്നാമത്തത് ലാർജ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് അലോക്കേഷൻസ് ഡീവിയേറ്റ് ചെയ്തിട്ടാവാം. അതായത് കമ്പയർ ടു ബെഞ്ച് മാർക്ക്, ഈ ബെഞ്ച് മാർക്കായിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ 3 കാര്യങ്ങളും ഡീവിയേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഈ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്യും. അതായത് ഈ സ്റ്റോക്സ് ഡിവൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഫണ്ട് മാനേജർ ഇതേ സ്റ്റോക്സ് തന്നെ ഇവിടെ ഇടണമെന്നില്ല. അപ്പൊ അദ്ദേഹം ചിന്തിക്കണം, ഓക്കെ ഈ സ്റ്റോക്സിനെക്കാളും ബെറ്ററായി പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് ഉണ്ട്, ഈ ഇൻഡെക്സിലെ ചില സ്റ്റോക്സ് ഒന്നും ഫണ്ടമെന്റലി നന്നായി പെർഫോം ചെയ്യൂല എന്ന് അദ്ദേഹം വിചാരിക്കണം അദ്ദേഹത്തിന്റെ അനാലിസിസിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ അനാലിസിസിൽ ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്സ് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഇടുന്നു. അപ്പൊ സ്റ്റോക്സ് ഡിവൈറ്റ് ചെയ്തു, ഇതേ സ്റ്റോക്സ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അങ്ങനെ സ്റ്റോക്സ് ഡിവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ബെഞ്ച് മാർക്കിനെക്കാളും നന്നായി പെർഫോമൻസ് ഈ ആക്റ്റീവ് ഫണ്ടിൽ കൊണ്ടുവരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെക്ടർ അലോക്കേഷൻ ആണ്. നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി വെറുതെ സ്റ്റോക്സിനെ പിടിച്ച് ഇങ്ങനെ പോർട്ട്ഫോളിയോയിൽ ഇടുകയല്ല ചെയ്യുക. സെക്ടർ അലോക്കേഷനും ഉണ്ടാവും. അതായത് ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടേഴ്സിൽ ഉള്ള സ്റ്റോക്സിനെ വെച്ച് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇടാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റോക്സും നമ്മൾ ഒരേ സെക്ടർ നല്ല വരിക. ഇപ്പൊ പേഴ്സണലി നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പല സെക്ടേഴ്സ് എന്നുള്ള സ്റ്റോക്സിനെ പിടിച്ച് നമ്മൾ ഇടും. ഫിനാൻഷ്യൽ സെക്ടറിലെ സ്റ്റോക്സ് ആവാം, IT സെക്ടറിലെ സ്റ്റോക്ക് ആവാം, ഫാർമ സെക്ടറിലെ സ്റ്റോക്സ് ആവാം. അങ്ങനെ ഒരു സെക്ടർ അലോക്കേഷൻ യൂഷ്വലി എല്ലാ പോർട്ട്ഫോളിയോക്കും ഉണ്ടാവും. അപ്പം ഈ ഒരു ഇൻഡെക്സിൽ ഈ ഒരു ബെഞ്ച് മാർക്കിന് ഒരു സെക്ടർ അലോക്കേഷൻ ഉണ്ടാവും. ഇന്ന സെക്ടറിൽ ഇത്രയും സ്റ്റോക്സ് ഉണ്ട്, ഇന്ന സെക്ടറിൽ ഇത്രയും സ്റ്റോക്സ് ഉണ്ട്, അങ്ങനെ ഒരു സെക്ടർ അലോക്കേഷൻ ഇതിനുണ്ടാവും. അപ്പം ഫണ്ട് മാനേജർ തീരുമാനിക്കുകയാണ് ഈ സെക്ടർ നന്നായി പെർഫോം ചെയ്യില്ല, അപ്പം ഞാൻ ഈ സെക്ടർ കുറച്ച് കുറക്കാം, ഈ സെക്ടറിലെ സ്റ്റോക്സ് ഞാൻ കുറച്ച് കുറക്കുന്നു, ചില സെക്ടറിലെ സ്റ്റോക്സ് ഞാൻ കുറച്ച് കൂട്ടുന്നു. അങ്ങനെ സെക്ടർ വൈസ് ഇദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തിട്ടും ഇതിനെ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ അനാലിസിസ് ആണ്, പ്യൂർലി അദ്ദേഹത്തിന്റെ അനാലിസിസ് വെച്ചിട്ട് അദ്ദേഹത്തിന് ഡിബേറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാർജ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് അലോക്കേഷൻ. ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ ഏതായിക്കോട്ടെ, നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ഉണ്ടാവില്ലേ, ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സ് ഇടും, മിഡ് ക്യാപ് സ്റ്റോക്സ് ഇടും, സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഇടും. എന്താണ് ഈ ലാർജ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സ്? ആസ് എ ബിഗിനർ നിങ്ങൾ എപ്പോഴും ഈ ലാർജ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ള സ്റ്റോക്സിനെയാണ് ലാർജ് ക്യാപ് സ്റ്റോക്സ് എന്ന് പറയും. നല്ല വലിയ കമ്പനീസിന്റെ സ്റ്റോക്സ്, ഇപ്പൊ Nifty 50 സ്റ്റോക്സ് ഒക്കെ ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണ്. അത് വലിയ കമ്പനീസിന്റെ സ്റ്റോക്സ് ആണ് ലാർജ് ക്യാപ് സ്റ്റോക്സ്. മിഡ് ക്യാപ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും ചെറുത്, സ്മോൾ ക്യാപ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറവായിരിക്കും അത്തരം സ്റ്റോക്സിന്. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിൽ ചിലപ്പോൾ ലാർജ് ക്യാപ് അലോക്കേഷൻ കൂടുതലുണ്ടാവും, മിഡ് ക്യാപ് അലോക്കേഷൻ കുറച്ച് കുറവായിരിക്കും, ചിലപ്പോൾ സ്മോൾ ക്യാപ് കൂടുതലായിരിക്കും. അപ്പൊ ഈ ബെഞ്ച് മാർക്ക് കമ്പയർ ചെയ്തിട്ട്
ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ അലോക്കേഷൻ അങ്ങ് മാറ്റി കൊടുക്കും. ഇദ്ദേഹം ചിന്തിക്കുകയാണ് ഇപ്പം മിഡ് ക്യാപ്പ് ആയിരിക്കും നന്നായി പെർഫോം ചെയ്യും, അതുകൊണ്ട് നമുക്ക് മിഡ് ക്യാപ്പ് സ്റ്റോക്സ് കുറച്ച് കൂട്ടാം. ലാർജ് ക്യാപ്പ് ഈ ഒരു ഇതിൽ പെർഫോമൻസ് കുറച്ച് കുറവായിരിക്കും, അപ്പൊ ലാർജ് ക്യാപ്പ് സ്റ്റോക്സ് കുറക്കുന്നു. അങ്ങനെ ഈ ഒരു അലോക്കേഷനും കൂടി ഇദ്ദേഹത്തിന് ഡിവൈഡ് ചെയ്തിട്ട് ഈ ബെഞ്ച് മാർക്കിനേക്കാളും പെർഫോമൻസ് ഈ ഒരു ഫണ്ടിന് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഞാൻ ഇതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ UTI ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. അപ്പൊ ആദ്യം കാണിക്കുന്നത് ഡീവിയേഷൻ ഫ്രം ദി മാർക്കറ്റ് ക്യാപ്പ് അലോക്കേഷൻ ആണ്. ഇപ്പൊ ബെഞ്ച് മാർക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടുള്ള അലോക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ലാർജ് ക്യാപ് സ്റ്റോക്സ് 77%, മിഡ് ക്യാപ് സ്റ്റോക്സ് 15%, സ്മോൾ ക്യാപ് സ്റ്റോക്സ് 8%. ഇനി ഈ ഫണ്ട്, അതായത് UTI ഫ്ലെക്സി ക്യാപ്പ് എന്ന ഫണ്ടിന്റെ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പെർസെന്റേജ് എത്രയാണെന്ന് നോക്കാം. ലാർജ് ക്യാപ്പ് 60, മിഡ് ക്യാപ് 30, സ്മോൾ ക്യാപ് 10%. അപ്പൊ ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബെഞ്ച് മാർക്കിന്റെ അതേ അലോക്കേഷൻ അല്ല ഫണ്ട് മാനേജർ ഫോളോ ചെയ്യുന്നത്. ഫണ്ട് മാനേജർ ലാർജ് ക്യാപ്പ് കുറച്ചു, മിഡ് ക്യാപ്പ് ഇരട്ടിയാക്കി, അല്ലെ മിഡ് ക്യാപ്പ് ബെഞ്ച് മാർക്കിന്റെ 15% ആണെങ്കിൽ ഫണ്ടിന്റെ 30% ആണ്. സ്മോൾ ക്യാപ്പ് കുറച്ച് കൂട്ടിക്കൊടുത്തു 10%. ഈ ഒരു ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നിഫ്റ്റി 500 ആണ്. നിഫ്റ്റി 500 is nothing but combination of large, mid and small cap. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഈ ഒരു പിക്ചറിൽ നിന്ന് നാളെ മിഡ് ക്യാപ് സ്റ്റോക്സ് നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് നന്നായി പെർഫോം ചെയ്യുക? ഫണ്ടാണോ നന്നായി പെർഫോം ചെയ്യുക, അതോ ഈ ബെഞ്ച് മാർക്കാണോ നന്നായി പെർഫോം ചെയ്യുക? ഡെഫിനറ്റ്ലി ഫണ്ട് ആയിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുക, അല്ലെ? കാരണം ഫണ്ട് മാനേജർ മിഡ് ക്യാപ് സ്റ്റോക്സ് അലോക്കേഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ മറിച്ച് മിഡ് ക്യാപ് സ്റ്റോക്സ് മോശമായി പെർഫോം ചെയ്താൽ ഫണ്ട് മോശമായിട്ട് പെർഫോം ചെയ്യും. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കാം, അതായത് എങ്ങനെ സ്റ്റോക്സിന്റെ അലോക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഇദ്ദേഹം ഡിവൈറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ പിക്ചറിൽ 2 കോളം കാണാൻ പറ്റും. ഫസ്റ്റ് കോളത്തിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ഉണ്ട്, സെക്കൻഡ് കോളത്തിന് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് കോളം ഉദ്ദേശിക്കുന്നത് ഓവർ വെയിറ്റ് ടോപ്പ് 5%. അതായത് കുറെ സ്റ്റോക്സ് ഉണ്ടാവുമല്ലോ ഈ പോർട്ട്ഫോളിയോയിൽ. ഈ ഫണ്ടിലെ ഫണ്ട് മാനേജർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ കാണുന്ന സ്റ്റോക്സ്, അതായത് ലാസ്റ്റ് ആൻഡ് ടുബ്രോ ഇൻഫോടെക്, ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്, ഈ സ്റ്റോക്സിന്റെ ഒക്കെ വെയിറ്റേജ് കുറച്ച് കൂട്ടിക്കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് ആൻഡ് ടുബ്രോ ഇൻഫോടെക് ലിമിറ്റഡ് 5.4% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് മാർക്കിൽ ഇപ്പം ലാസ്റ്റ് ആൻഡ് ടുബ്രോ ഇൻഫോടെക് ലിമിറ്റഡിന്റെ 100 സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫണ്ടിൽ 184 സ്റ്റോക്സ്, അതായത് അത്രയും പെർസെന്റേജ് ഇദ്ദേഹം കൂട്ടിക്കൊടുത്തു. 5.4% സ്റ്റോക്സ് അധികം ഇതിലിട്ടു. അപ്പം ടോപ്പ് 5 ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫണ്ടിൽ ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണ് കാണിക്കുന്നത് കമ്പയർ ടു ബെഞ്ച് മാർക്ക്. അതേപോലെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളത്, അതായത് റിലയൻസ് ഇൻഡസ്ട്രി, TCS, ICICI, ലാസ്റ്റ് ആൻഡ് ടുബ്രോ, HUL, ഇതൊക്കെ ബെഞ്ച് മാർക്കിൽ, പക്ഷെ ബെഞ്ച് മാർക്കിൽ ഉള്ളതിനേക്കാളും കുറച്ച് കുറവ് ഇദ്ദേഹത്തിന്റെ ഫണ്ടിൽ ഇദ്ദേഹം അലോക്കേറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? റിലയൻസ് ഇൻഡസ്ട്രി കൂടുതൽ പെർഫോം ചെയ്താൽ നാളെ ഫണ്ട് നന്നായി പെർഫോം ചെയ്യോ മോശമായി പെർഫോം ചെയ്യോ? ഫണ്ട് മോശമായി പെർഫോം ചെയ്യും, കാരണം ഇദ്ദേഹം അലോക്കേഷൻ കുറച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നേരെ മറിച്ച് ബജാജ് ഫിനാൻസ് നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആരായിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുക? ഈ ഫണ്ട് കൂടുതൽ പെർഫോം ചെയ്യും. ഇനി നമുക്ക് ഡീവിയേഷൻ ഫ്രം ദി സെക്ടർ കൂടി മനസ്സിലാക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് സെക്ടർ അലോക്കേഷൻ ആണ്. അതായത് ഓറഞ്ച് കളറിലുള്ളത് ഫണ്ടിന്റെ സെക്ടർ അലോക്കേഷൻ ആണ്, നീല കളറിൽ കാണുന്നത് ബെഞ്ച് മാർക്കിന്റെ സെക്ടർ അലോക്കേഷൻ ആണ്. ഇപ്പൊ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും IT, കൺസ്യൂമർ ഗൂഡ്സ്, ഫാർമ, ഓട്ടോമൊബൈൽ, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്, ഇതിലൊക്കെ ആർക്കാണ് അലോക്കേഷൻ കൂടുതലുള്ളത്? ഫണ്ടിനാണ് അലോക്കേഷൻ കൂടുതലുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ IT അലോക്കേഷൻ എങ്ങനെ കാണിക്കുന്നത്? ഫണ്ടിൻ്റെത് 15%, ബെഞ്ച് മാർക്കിൻ്റെത് 11%. അതായത് ഈ IT സെക്ടറിൽ 11% അലോക്കേഷൻ ബെഞ്ച് മാർക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ 15% അത്രയും സ്റ്റോക്സിന്റെ അലോക്കേഷൻ ഫണ്ട് മാനേജർ ഈ ഒരു ആക്റ്റീവ് ഫണ്ടിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഫണ്ട് ആ IT സെക്ടറിൽ ഓവർ വെയ്റ്റഡ് ആണ് കമ്പയർ ടു ബെഞ്ച് മാർക്ക്. ഇനി ഫിനാൻഷ്യൽ സർവീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. അതായത് ഫണ്ടിന് കുറവാണ് ഫിനാൻഷ്യൽ സെക്ടറിലുള്ള അലോക്കേഷൻ, ബെഞ്ച് മാർക്കിനാണ് കൂടുതൽ. ഫണ്ടിന് 31% ആണെങ്കിൽ ബെഞ്ച് മാർക്കിന് 35%. അപ്പൊ ഈ ഒരു ഡീവിയേഷൻ ഒക്കെ നടത്തിയിട്ട് എന്താണ് ഇതിന്റെ ഔട്ട്കം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ ഫണ്ടിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, എന്താണ് അത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 10,000 രൂപ നമ്മൾ ഈ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നവംബർ 30, 2021 ആകുമ്പോഴേക്കും എത്രയാണ് ഇതിന്റെ CAGR റിട്ടേൺ കമ്പയർ ടു ബെഞ്ച് മാർക്ക്? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ പെർസെന്റേജിലും അതുപോലെ തന്നെ റുപ്പീസിലും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ആണ് ഈ ഒരു ഫണ്ട് നിഫ്റ്റി 500നെയും അതുപോലെ തന്നെ നിഫ്റ്റി 50നെയും എല്ലാ രീതിയിലും ഔട്ട് പെർഫോം ചെയ്തു. അതായത് എല്ലാ സമയത്തും ഇത് ഔട്ട് പെർഫോം ചെയ്തു. 1 ഇയർ, 3 ഇയർ, 5 ഇയർ, അതുപോലെ തന്നെ സിൻസ് ഇൻസെപ്ഷൻ അത്രയും നാളത്തെ റിട്ടേൺസ് ആണ് ഇത് ഇവിടെ കാണിക്കുന്നുള്ളത്. സോ ഈ ഒരു ടേബിളിൽ നിന്ന് ക്ലിയർ ആണ് ഈ ആക്റ്റീവ് ഫണ്ട് ബെഞ്ച് മാർക്കിനെ കംപ്ലീറ്റ്ലി ബീറ്റ് ചെയ്തു. ഈ ആക്റ്റീവ് ഫണ്ട് ഔട്ട് പെർഫോം ചെയ്തു ബെഞ്ച് മാർക്കിനെ. ഈ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് 1992 മെയ് 18-നാണ്. അപ്പം സിൻസ് ഇൻസെപ്ഷൻ പെർഫോമൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10,000 രൂപ നമ്മൾ ഈ ഫണ്ടിൽ മെയ് 1992 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 4 ലക്ഷത്തി, ആ ഒരു 10,000 രൂപേന്റെ വാല്യൂഷനിൽ നിന്ന് 4,1775, അതായത് ഏകദേശം 4 ലക്ഷം രൂപയാവുമായിരുന്നു. പക്ഷെ അതേ പണം നമ്മൾ ഇതിന്റെ ബെഞ്ച് മാർക്കായ നിഫ്റ്റി 500ലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് 2,83,983 രൂപയാവുമായിരുന്നു. സോ ഇറ്റ് ഈസ് ക്ലിയർ.
ഫണ്ട് നമ്മുടെ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തു. ഈ ആക്റ്റീവ് ഫണ്ടില് ഫണ്ട് മാനേജർ ആക്റ്റീവ്ലി ആണ് മാനേജ് ചെയ്യുന്നത് അല്ലെ. ഫണ്ട് മാനേജറിന്റെ അനാലിസിസും അദ്ദേഹത്തിന്റെ റിസർച്ചും എല്ലാം വരും. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ഫണ്ട്സിനൊക്കെ ഒരു എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും. ഈ ആക്റ്റീവ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 1 to 2.25% വരെ ഉണ്ടാവാം കമ്പയർ ടു സൈസ് ഓഫ് ഫണ്ട്. അതായത് ആ ഫണ്ടിൽ എത്രമാത്രം പണം അസെറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ ഡിഫൈൻ ചെയ്യുന്നത്. ഫണ്ടിന്റെ സൈസ് കൂടുവാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ കുറയും. അപ്പൊ ഇത്രയാണ് ആക്റ്റീവ് ഫണ്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പാസീവ് ഫണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ആക്റ്റീവ് ഫണ്ടിൽ ഞാൻ പറഞ്ഞു ഫണ്ട് മാനേജർ ആക്റ്റീവ്ലി ആണ് മാനേജ് ചെയ്യുന്നത്. പാസീവ് ഫണ്ടിൽ ഫണ്ട് മാനേജർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല എല്ലാ ഫണ്ടിനും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും. ഈ ബെഞ്ച് മാർക്കിനെ റെപ്ലിക്കേറ്റ് ചെയ്യലാണ് പാസീവ് ഫണ്ടിന്റെ ജോലി. അതായത് ഈ ബെഞ്ച് മാർക്കിൽ ഉള്ള സ്റ്റോക്സ് അതേ സ്റ്റോക്സ് തന്നെയായിരിക്കും ഈ പാസീവ് ഫണ്ടിൽ ഉണ്ടാവുക. ഈ ബെഞ്ച് മാർക്കിലുള്ള സെക്ടർ അലോക്കേഷൻ അതും സെയിം ആയിരിക്കും. മാർക്കറ്റ് ക്യാപ് അലോക്കേഷൻ അതും സെയിം ആയിരിക്കും. എല്ലാ രീതിയിലും സെയിം. എന്നിട്ട് ഈ ബെഞ്ച് മാർക്കിനെ തന്നെ ഫോളോ ചെയ്യും. അതാണ് പാസീവ് ഫണ്ട് ചെയ്യുക. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. സോ നിങ്ങൾ നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 50 സ്റ്റോക്സ് ഉണ്ട് നമുക്കറിയാലോ. ഡിഫറെന്റ് വെയിറ്റേജിലാണ് ഈ 50 സ്റ്റോക്സ് ഉള്ളത്. അപ്പോൾ ഒരു നിഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാസീവ് ഫണ്ട് ആണെങ്കിൽ ഇതേ 50 സ്റ്റോക്സ് അതേ വെയിറ്റേജിൽ ഈ ഒരു പാസീവ് ഫണ്ടിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടെ ടേബിളിൽ കാണുന്നത് നിഫ്റ്റി 50യിലുള്ള ടോപ്പ് 10 സ്റ്റോക്സിന്റെ വെയിറ്റേജ് ആണ്. അപ്പം ഇതേ സ്റ്റോക്സിന്റെ അതേ വെയിറ്റേജിൽ ഏതിലുണ്ടാവും? പാസീവ് ഫണ്ട്സിലുണ്ടാവും. സോ ബോത്ത് ആർ സിമിലർ. ബെഞ്ച് മാർക്കും പാസീവ് ഫണ്ടും സിമിലർ ആയതുകൊണ്ട് തന്നെ ബെഞ്ച് മാർക്കിന്റെ അതേ റിട്ടേൺസ് ആര് തരും? നമ്മുടെ പാസീവ് ഫണ്ട് തരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ആക്റ്റീവ് ഫണ്ട് ബെഞ്ച് മാർക്കിനെക്കാളും നന്നായി പെർഫോം ചെയ്യുന്നു അല്ലെ, ഔട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്നത്. പാസീവ് ഫണ്ട് ബെഞ്ച് മാർക്കിന്റെ അതേ റിട്ടേൺ തരുന്നു എന്ന് പറയും. എന്നാ പിന്നെ ആക്റ്റീവ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ പാസീവ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ? ഈ ആക്റ്റീവ് ഫണ്ടിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ അത് ബെഞ്ച് മാർക്കിനെ അണ്ടർ പെർഫോം ചെയ്യും. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യും. സപ്പോസ് നിങ്ങൾ ഒരു ആക്റ്റീവ് ഫണ്ട് സെലക്ട് ചെയ്തു, അത് ബെഞ്ച് മാർക്കിനെക്കാളും മോശം പെർഫോമൻസ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ വലിയൊരു റിസ്ക് ആണ് അവിടെ എടുക്കുന്നത്. നമുക്കത് ഈ ഒരു ടേബിൾ വെച്ച് മനസ്സിലാക്കാം. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് ലാർജ് ക്യാപ് ഫണ്ടിന്റെ പെർഫോമൻസ് ആണ്. ആ ഒരു കാറ്റഗറിയിലുള്ള ഫണ്ടിന്റെ പെർഫോമൻസ് ആണ്. അപ്പൊ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എല്ലാ ലാർജ് ക്യാപ് ഫണ്ട്സും നന്നായി പെർഫോം ചെയ്തിട്ടില്ല. ഇവിടെ ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ടോ അതുപോലെ തന്നെ വേസ്റ്റ് പെർഫോമിംഗ് ഫണ്ടോ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വേസ്റ്റ് പെർഫോമിംഗ് ഫണ്ടിന്റെ പെർഫോമൻസ് കമ്പയർ ടു ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ടിനെക്കാളും 8% വരെ കുറവാണ് അല്ലെ? നിങ്ങൾ 10 ഇയേഴ്സിന്റെ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 8% കുറവാണ്. ഈ ഒരു 8% ഡിഫറൻസ് നമ്മളൊരു 10 കൊല്ലത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് അതുപോലെ തന്നെ വേസ്റ്റ് പെർഫോമിംഗ് ഫണ്ടിന്റെ കോർപ്പസിൽ 51% ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് അത്രയും നഷ്ടം നമുക്ക് സംഭവിക്കും നമ്മുടെ ഒരു തെറ്റായ ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. മിക്ക ലാർജ് ക്യാപ് ഫണ്ട്സും ഇവരുടെ കാറ്റഗറി ആവറേജിന്റെ അടുത്ത് തന്നെയുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതല്ല ഫ്ലെക്സി ക്യാപ്പ് അതുപോലെ തന്നെ മിഡ് ക്യാപ്പും മറ്റ് കാറ്റഗറിയിലുള്ള ഫണ്ട്സിന്റെ കേസ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്റ്റീവ് ഫണ്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഫണ്ട് ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഫണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മളൊരു ആക്റ്റീവ് ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു ആക്റ്റീവ് ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പാസീവ് ഫണ്ടിനെയും ഉൾപ്പെടുത്താം. കാരണം നമുക്കറിയാം ആക്റ്റീവ് ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്യുന്നു എന്ന പ്രതീക്ഷയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നാളെ അത് ബെഞ്ച് മാർക്കിനെക്കാളും മോശമായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വലിയൊരു റിസ്ക് എടുക്കുകയാണ്. ആ റിസ്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാസീവ് ഫണ്ടിനെയും കൂടി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മൾ എങ്ങനെയാണ് ഒരു പാസീവ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് 2 രീതിയിലാണ് പാസീവ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഇൻഡെക്സ് ഫണ്ട്സ് വഴി, മറ്റൊന്ന് ETFs വഴി. ഈ ETFസും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ട്സിന്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ്സ് വാങ്ങുന്നതും വിൽക്കുന്നതും സമയത്ത് അത് ചെയ്യുന്ന സമയത്താണ്. അതായത് ഇൻഡെക്സ് ഫണ്ട് നമുക്കൊരു AMC വഴി വാങ്ങാനും വിൽക്കാനും പറ്റും. അങ്ങനെയാണ് അത് ചെയ്യാം. പക്ഷേ ETFs സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ETFs വാങ്ങണം വിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് വേണം. അതായത് ജസ്റ്റ് നമ്മൾ സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ തന്നെയാണ് ETFs വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റോക്കിന്റെ പ്രൈസ് നമുക്കറിയാം ത്രൂ ഔട്ട് ദ ഡേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ? അതുപോലെ തന്നെ ETF-ന്റെ പൈസയും ത്രൂ ഔട്ട് ദ ഡേ മാറിക്കൊണ്ടിരിക്കും. ഇൻഡെക്സ് ഫണ്ട് നമുക്ക് ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും AMC വഴി വാങ്ങാം. അതായത് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. ഓരോ ദിവസമാണ് അതിന്റെ വാല്യൂ മാറുക. പക്ഷേ ETF സ്റ്റോക്സിന്റെ പ്രൈസ് മാറുന്ന പോലെ തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ ഇൻഡെക്സ് ഫണ്ടും ETFസും പാസീവ് ആയതുകൊണ്ട്, അതായത് പാസീവ് എന്ന് വെച്ചാൽ ഇവിടെ ആക്റ്റീവ്ലി മാനേജ്മെന്റ് നടക്കുന്നില്ല. ഫണ്ട് മാനേജർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അല്ലെ? ബെഞ്ച് മാർക്കിനെ റെപ്ലിക്കേറ്റ് ചെയ്യാണ് ഈ ഫണ്ട്സ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ ആക്റ്റീവ് ഫണ്ടിനെ കമ്പയർ ചെയ്തിട്ട് കുറവായിരിക്കും. മാക്സിമം 1% ഒക്കെ ഈ ഇത്തരം ഫണ്ട്സിന് വരുള്ളൂ. ചില ഫണ്ട്സ് ഒക്കെ 0.05% അതുപോലെ തന്നെ 0.01% എക്സ്പെൻസ് റേഷ്യോന് അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എക്സ്പെൻസ് റേഷ്യോ കൺസിഡർ ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അപ്പം ഇവിടുത്തെ കൺക്ലൂഷൻ എന്താണ്? നമുക്ക് ഈ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ? ഏതാണ് ബെറ്റർ, പാസീവ് ഫണ്ട് ആണോ ആക്റ്റീവ് ഫണ്ട് ആണോ? നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി ദർ ഇസ് നോ ക്ലിയർ വിന്നർ ബിറ്റ്വീൻ ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഫണ്ട്. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫണ്ട്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്ത് നല്ല റിട്ടേൺസ് ലഭിക്കും. പിന്നെ പാസീവ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റിസ്ക്
കുറക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിസ്ക് ബാലൻസ് ചെയ്യാം ഇൻ കേസ് ആക്റ്റീവ് ഫണ്ട് അണ്ടർ പെർഫോം ചെയ്യുവാണെങ്കിൽ. അപ്പം ഇനി നിങ്ങൾക്ക് ആക്റ്റീവ് ഫണ്ട് വേണോ പാസീവ് ഫണ്ട് വേണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉത്തരം ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഡെഫിനറ്റ്ലി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മളതൊക്കെ വായിച്ചു നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി ടോപ്പിക്കായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.